നമസ്കാരം സുഹൃത്തുക്കളെ, സക്സസ് മന്ത്രയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഒട്ടേറെ ആളുകളെ കണ്ടുമുട്ടാറുണ്ട്. ചിലർ നമുക്ക് തണലാകുന്നു, എന്നാൽ മറ്റു ചിലർ നമുക്ക് വലിയ പാഠങ്ങൾ നൽകുന്നു. വിശ്വാസം എന്നത് ഒരു നൂൽ പോലെയാണ്. ഒരിക്കൽ പൊട്ടിയാൽ പിന്നെ അത് പഴയതുപോലെ ആക്കാൻ കഴിയില്ല. പലപ്പോഴും നമ്മൾ തകരുന്നത് ശത്രുക്കളുടെ ആക്രമണം കൊണ്ടല്ല, മറിച്ച് നമ്മൾ ജീവനെപ്പോലെ വിശ്വസിച്ചവരുടെ വഞ്ചന കൊണ്ടാണ്. ആരെയാണ് വിശ്വസിക്കേണ്ടത്, ആരെയാണ് അകറ്റി നിർത്തേണ്ടത് എന്ന് തിരിച്ചറിയുക എന്നത് ഈ കാലഘട്ടത്തിൽ വലിയൊരു കലയാണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എത്രയും വേഗം അകറ്റി നിർത്തേണ്ട, ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത 3 തരം ആളുകളെക്കുറിച്ച് വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇത് നിങ്ങളുടെ സമാധാനവും വിജയവും നിലനിർത്താൻ സഹായിക്കും. ആദ്യത്തെ വിഭാഗം മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ വായുവിൽ പറത്തി നടക്കുന്നവരാണ്. ഇവർ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ വളരെ സ്നേഹത്തോടെ സംസാരിക്കും. എന്നിട്ട് പറയും, ഇത് നിന്നോട് മാത്രമാണ് ഞാൻ പറയുന്നത്, ആരോടും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സുഹൃത്തിന് രഹസ്യം നിങ്ങളോട് പങ്കുവയ്ക്കും. ഇവിടെ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. മറ്റൊരാളുടെ രഹസ്യം നിങ്ങളോട് പറയുന്ന ഈ വ്യക്തി നാളെ നിങ്ങളുടെ രഹസ്യം മറ്റൊരാളോട് പറയില്ലറയില്ല എന്നെന്താണ് ഉറപ്പ്? മനഃശാസ്ത്രം പറയുന്നത് ഇത്തരക്കാർക്ക് ആരോടും ആത്മാർത്ഥത ഉണ്ടാകില്ല എന്നാണ്. അവർക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലെ വീഴ്ചകൾ ആസ്വദിക്കാനുള്ള ഒന്നാണ്. നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ അവർക്ക് നിങ്ങൾ നല്ലവനായിരിക്കും. എന്നാൽ നിങ്ങൾ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്ന നിമിഷം അവർ മറ്റൊരാളോട് നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞു തുടങ്ങും. ഇത്തരക്കാരോട് വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക. അവർക്ക് കേൾക്കാൻ താൽപ്പര്യമുള്ള വിഷയങ്ങൾ മാത്രം സംസാരിക്കുക. അധികം അടുക്കാതിരിക്കുക. രണ്ടാമത്തെ കൂട്ടർ അവസരവാദികളാണ്. ഇവരെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ നന്മ കൊണ്ടത് ശ്രദ്ധിക്കാതെ പോവും. നിങ്ങളുടെ കയ്യിൽ പണമുള്ളപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അധികാരമുള്ളപ്പോൾ ഇവരെപ്പോഴും നിങ്ങളുടെ നിഴൽ പോലെ കൂടെയുണ്ടാകും. നിങ്ങളുടെ തമാശകൾക്ക് ഏറ്റവും കൂടുതൽ ചിരിക്കുന്നതും നിങ്ങളെ പുകഴ്ത്തുന്നതും ഇവരായിരിക്കും. എന്നാൽ നിങ്ങൾക്കൊരു ആപത്തോ പരാജയമോ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഒരു സഹായം ആവശ്യമായി വരുമ്പോൾ ഇവർ പെട്ടെന്ന് അദൃശ്യരാകും. ഫോൺ എടുത്താൽ കിട്ടില്ല, അല്ലെങ്കിൽ 100 കാരണങ്ങൾ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറും. ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളിലെ വ്യക്തിയെയല്ല, മറിച്ച് നിങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഗുണങ്ങളെയാണ്. ഇത്തരം സീസണൽ സുഹൃത്തുക്കളെ തിരിച്ചറിയുക. നിങ്ങളുടെ മോശം സമയത്ത് കൂടെ നിൽക്കാത്ത ഒരാളെ നല്ല സമയത്ത് കൂടെ കൂട്ടേണ്ട ഒരാവശ്യവുമില്ല. മൂന്നാമത്തെ വിഭാഗം വളരെ അപകടകാരികളാണ്. ഇവരെ പ്രൊഫഷണൽ വിക്ടീംസ് എന്ന് വിളിക്കാം. ഇവരുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും അതിൻ്റെ ഉത്തരവാദി മറ്റൊരാളായിരിക്കും. അവരൊരിക്കലും സ്വന്തം തെറ്റുകൾ സമ്മതിക്കില്ല. ഒന്നുകിൽ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ വീട്ടുകാരെ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ. ഇവരുമായി നിങ്ങൾ അടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം ഗ്യാസ് ലൈറ്റിംഗ് ആണ്. അതായത് അവർ ചെയ്ത തെറ്റിന് പോലും അവസാനം നിങ്ങൾ അവരോട് ക്ഷമ ചോദിക്കേണ്ടി വരും. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനും നിങ്ങളിൽ കുറ്റബോധം നിറയ്ക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. നിനക്കെന്നെ മനസ്സിലാകുന്നില്ലല്ലോ എന്ന വൈകാരികമായ ബ്ലാക്ക്മെയിലിംഗ് ഇവർ സ്ഥിരമായി ഉപയോഗിക്കും. നിങ്ങളുടെ പോസിറ്റിവിറ്റിയും ആത്മവിശ്വാസത്തെയും വർദ്ധിപ്പിക്കുന്നതിന് അവരെ കഴിവുള്ളവരാക്കി തീർക്കുന്നു. ഇമോഷണലും ആത്മവിശ്വാസവും ഊറ്റിക്കുടിക്കുന്ന ഇത്തരം ഇമോഷണൽ വാമ്പയർമാരെ തിരിച്ചറിയുക. ഇവരെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, കാരണം അവർ മാറാൻ ആഗ്രഹിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഒരു തോട്ടത്തിൽ നല്ല ചെടികൾ വളരണമെങ്കിൽ കളകൾ പറിച്ചു കളയണം. അതുപോലെ നിങ്ങളുടെ ജീവിതം മനോഹരമാകണമെങ്കിൽ ഇത്തരം വിശ്ലിപ്തമായ ആളുകളെ ഒഴിവാക്കിയേ തീരൂ. എല്ലാവരോടും മാന്യമായി പെരുമാറുക, എന്നാൽ വിരലിൽ എണ്ണാവുന്നവരെ മാത്രം വിശ്വസിക്കുക. ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ കുറവാണെങ്കിലും അത് നിങ്ങളുടെ സമാധാനത്തിന് നല്ലതാണ്. ഈ പറഞ്ഞ 3 ലക്ഷണങ്ങളുള്ള ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യമായി അവരിൽ നിന്ന് അകലം പാലിക്കുക. നിങ്ങളുടെ അനുഭവം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവ് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വ്യക്തിത്വ വികസന വീഡിയോകൾക്കായി സക്സസ് മന്ത്ര സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.